നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളോട് ചൂടായാലും ചീത്ത വിളിച്ചാലും നിങ്ങൾ എതിക്കൊണ്ടിരുന്ന് കോപ്പി എടുത്ത് അല്ലല്ല മോത്തെറിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പോഴും ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് റിസൈൻ, അതായത് നേരത്തെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി പോരാൻ നമുക്ക് ഭയങ്കര പല വിധത്തിൽ സാമ്പത്തികമായിരിക്കും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പാഷനായിരിക്കും, പലതും ഇങ്ങനെ കെട്ടിവെക്കും. പക്ഷെ ഇപ്പം ആൾക്കാർക്ക് ചിന്തിക്കേണ്ട, ജോയിൻ ചെയ്ത ഒരു മാസത്തിൽ ഓക്കെ വൈബ് സെറ്റായില്ല പോയേക്കാം, ഉടനടി തീരുമാനം എടുക്കുവാണ്. വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് ഞാൻ അങ്ങനെ തന്നെ പറയാം. ഈ ആളുകളുടെ അടുത്ത് ഒച്ച വയ്ക്കുക, വെള്ളം വയ്ക്കുക, ചൂടാവുക, അത് ഭയങ്കര, അത് മാറേണ്ട കാലം കഴിഞ്ഞു. ഒരു ഉടമയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോഴാണല്ലോ അയാളുടെ ഒരു തൊഴിലുടമ നിലയ്ക്കുള്ള പവർ നമ്മൾ സഹിക്കേണ്ടി വരിക. ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് എങ്ങോട്ടാണ്? ഓൺട്രപ്രണർഷിപ്പിലേക്കാണ്. സ്വന്തം സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര സാധ്യതയായി മാറി. അതായത് ഇന്ന് സാരി ഇൻസ്റ്റാഗ്രാമിൽ വിൽക്കുക, മാലയും കമ്മലും ഇൻസ്റ്റാഗ്രാമിൽ വിൽക്കുക, അതൊക്കെ ചെയ്യുന്ന എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി തൊഴിൽ ചെയ്യാന്നുള്ള മാത്രമല്ല, സ്വന്തമായിട്ട് സംരംഭം ഉണ്ടാക്കിയിട്ട് ആൾക്ക് തൊഴിൽ കൊടുക്കുന്നതിലേക്ക് മാറി. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ സൗദി അറേബ്യയിൽ നമ്മൾ ഫ്യൂച്ചർ സമ്മിറ്റ് സംഘടിപ്പിച്ചു. അവിടെ ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൗദി ഓപ്പൺ ആയപ്പോൾ അവിടെ എന്തുമാത്രം എന്താ ചെയ്യാൻ പറ്റുക? പുതിയ പുതിയ സംരംഭം തുടങ്ങുക, ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിലുടമകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തൊഴിൽ എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താണ്? അതൊരു പണിക്ക് പോയിട്ടാണോ അതോ കച്ചവടം നടത്തിയിട്ടാണോ? അതിന്റെ തന്നെ സിനാരിയോ മാറി.